അപ്പൊ ഈ കത്തുന്ന തീ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടോളൂ. നിങ്ങളുടെ പൈസ ലാഭിക്കാൻ ഈ തീ മതി കേട്ടോ. അത് നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ ഒക്കെ വീട്ടിൽ വാങ്ങിയിട്ട് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നേരെ അതിന് പകുതി പൈസ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ അടുപ്പ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് ഡീല്? മൻസൂർക്കാം, എന്താണ് ശരിക്കും ഇപ്രോ? ഇപ്രോ എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു സെഗ്മെന്റ് പറഞ്ഞത് നമ്മൾ ഈ അടുപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ സ്റ്റൗവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇതിനെ വിറകിട്ട് കത്തിക്കുന്ന സമയത്ത് ഇതിന് ഫയർ റേറ്റഡ് സിമെന്റ് ആണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ കത്തിക്കുന്ന സമയത്ത് ചൂട് ഒരിക്കലും പുറത്തേക്ക് പോകില്ല. അതോടൊപ്പം തന്നെ ഗ്യാസ് എന്നാണ് സാധനം കൂടി ഇതിന് പുറത്ത് വെച്ചിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കവർ ചെയ്താണ്. അതുകൊണ്ട് ചൂട് ഒരിക്കലും അതേമാതിരി ലേബേഴ്സ് ഇതിൽ വർക്ക് എടുക്കുന്ന സമയത്ത് ഒന്നും എന്തില്ല, ചൂടൊന്നും പെട്ടെന്ന് കൈയോ കാലം തട്ടിക്കാണെങ്കിൽ ചൂടൊന്നും പുറത്തേക്ക് വന്ന് ആള് പ്രയാസമൊന്നും ഉണ്ടാവില്ല. 100% നമ്മൾ വിറക് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനൊരു 60% വിറകിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഇതിനൊരു ഫാൻ ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫാനിന്റെ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എയർ പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കൂട്ടണോ കുറയ്ക്കണോ എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം പ്രകാരം മതി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇൻഡോറും ഔട്ട്ഡോറും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ റോക്കറ്റ് സ്റ്റൗ എന്നാണ് പേരിട്ടേക്കുന്നത്. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന പോലെ ഉണ്ട്. ഇത് ശരിക്കും എവിടെയാണ് വരുന്നത്? ഇത് നമ്മള് വീടുകളിൽ നിന്ന് തുടങ്ങി നമ്മൾ വലിയ വലിയ ബിൽഡിങ് അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലുകള് പിന്നെ സ്കൂളുകള് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ വീടുകളിലാണെങ്കിൽ ഇതുപോലത്തെ ചെറുതേ ആവശ്യമുള്ളൂ. ഇത് തന്നെ നമ്മൾ ഇത് SS ആണ് കംപ്ലീറ്റ് കാണുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നതാണ്. ഇതിലിടണോ, കത്തിക്കണോ, കഴിഞ്ഞു, സിമ്പിള്. അത് കൂടാതെ കണ്ടിട്ട് വേറെ വലിയ പ്രത്യേകത ഉണ്ട്. 70% ഉണങ്ങിയത് 30% നനഞ്ഞുകൊണ്ടുള്ള സാധനം വരെ ഇതിലിട്ടുകയാണെങ്കിൽ കത്തിക്കോളും. നനഞ്ഞാലും കുഴപ്പമില്ല. ഹോസ്പിറ്റലിലൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ 200-300 കിലോന്റെ വെച്ച് കൊടുക്കാണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സാധനങ്ങളും വലിപ്പം കൂട്ടിക്കൊടുക്കും. എല്ലാം അങ്ങനെ കത്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്ധനം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഓക്സിജൻ ഇതിൽ കൂടെ സക്ക് ചെയ്തിട്ടാണ് ഇത് ഓൾറെഡി കത്തിക്കണേ. സ്മെല്ലൊക്കെ പോകുന്ന സാധനമാണ്. യെസ്, എക്സാക്ട്ലി. ഇത് സ്മെല്ല് പോണാണ്. ഇത് നമ്മള് വീടുകളിൽ തുടങ്ങിയിട്ട് എവിടൊക്കെയാണോ നമുക്ക് ബാഡ് സ്മെൽ ഉള്ളത് അല്ലെങ്കിൽ ചളികൾ കെട്ടിക്കിടക്കുന്നത് അവിടുന്ന് എല്ലാം സ്മെല്ല് റിമൂവ് ചെയ്യാനുള്ള ഇതിന്റെ ഒരു മെറ്റീരിയലാണ്. ഇനിയിപ്പോ നമ്മൾ കണ്ട അടുപ്പാണെങ്കിലും ഇൻസിനേറ്റർ ആണെങ്കിലും ഒക്കെ ഇവരുടെ ഒരു മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റ്, അതിലൊരു പ്ലാന്റ് വരുന്നത് നമ്മുടെ ഫറോക്ക് ചുങ്കത്താണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തർ ഭയങ്കര തിരക്കിലാണ്, പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡിലി ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത്. മെയിൻ കമ്പനിന്റെ 30 വർഷമായിട്ടുള്ള ഓഗിൾ ഇന്റീരിയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് ഉള്ളത്. അത് കോഴിക്കോട് എരഞ്ഞിപ്പാൽ ബേബി ഹോസ്പിറ്റലിന്റെ അടുത്താണ് എന്റെ ഓഫീസ് കിടക്കുന്നത്. ആക്ച്വലി ദുബായിലായിരുന്നു കമ്പനി ഉണ്ട്, അത് ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സിവിൽ ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് പിന്നെ ഇന്റീരിയർ വർക്കാണ്. ടേൺകീ പ്രൊജക്ട് പോലെ സ്ഥലം കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിലുള്ള പ്ലാനും കാര്യങ്ങളും എല്ലാ സബ്മിഷനും ചാവി കണ്ട് കയ്യിൽ കൊടുക്കും. ഇതാണ് നമ്മളെ പരിപാടി. ഒന്നും അറിയേണ്ട ആവശ്യം. ഈവൻ പ്ലാൻ അടക്കം നമ്മൾ സബ്മിറ്റ് ചെയ്ത് അതിന് നമ്പർ അടക്കം വാങ്ങിച്ചു കൊടുക്കും. ഈ പ്രോന്റെ പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി. വേറെ വീഡിയോയിൽ കാണാം. ബൈ.